സുഹൃത്തുക്കളെ, ഈ പൂച്ച കണ്ടില്ലേ? എൻ്റെ നാട്ടിലെ നബിദിന പരിപാടിക്ക് സ്റ്റേജിൽ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കണമെന്ന് നോക്കി അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇരിക്കണതിൻ്റെ ഉദ്ദേശം സമ്മാനം കൊടുക്കണം കാണുക ഉള്ളതൊന്നല്ല. അത് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ ആളില്ല. കാരണം എല്ലാ സ്ത്രീകളും ഇത് കുട്ടികളെ പരിപാടി കാണാൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ്. വേറെ കാത്തിക്കാടാ എവിടുന്നാണ് ഭക്ഷണം കിട്ടുക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെളിച്ചും ലൈറ്റും കണ്ടപ്പോൾ വീടുകളിലൊന്നും ആളും ഇല്ലല്ലോ. അങ്ങനെ വന്നിരിക്കുകയാണ് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭക്ഷണം കിട്ടാനൊരു മാർഗ്ഗവും ഇല്ലല്ലോ, നമ്മളും ആരും കഴിച്ചിട്ടുമില്ല. അപ്പോൾ 11 മണിയായ സ്ഥിതിക്ക് ഒന്നും കൊടുക്കാമല്ലോ. ഞാൻ ഈ പായസം കുടിച്ച ഗ്ലാസ് ഉണ്ടാവില്ല, ചപ്പി കിടക്കണത്, അതെടുത്ത് 3-4 ഇങ്ങനെ നിർത്തി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഈ പായസത്തിൻ്റെ വേസ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ ഏകദേശം ചെറിയൊരു സമാധാനമായിട്ടതിന്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ പേര് വിളിച്ചത്. നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദഫ് കുട്ടികൾക്കൊക്കെ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചാട്ടോ. ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ട ഹാരിസ്, അയാളൊരു ബ്ലോഗറാണ്. നമ്മുടെ ഈ നാട്ടിലെ ഒട്ടേറെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക്, നാട്ടിലെ നമ്മുടെ വഴിയിലെ മാർഗ തടസ്സങ്ങൾ നീക്കുന്നതടക്കം ഒട്ടേറെ പ്രവർത്തനം നടത്തുന്നയാളാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെയുള്ള കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡൻ്റാണ് മേമന സലീം. അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. അപ്പോൾ പ്രത്യേക താങ്ക്സ് അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയെങ്കിലും ഒരു വേദിയിൽ കയറി കുട്ടികൾക്ക് സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊക്കെ കാണുന്നവരാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതേ സ്റ്റേജിൽ അറബനമുട്ട് അവതരിപ്പിച്ച അതേ ഡ്രസ്സിൽ തന്നെ ഇട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.